നമ്മളിത് എങ്ങോട്ടാ പോന്നേ? വട്ടവടക്ക് പോവാണ് നമ്മള്. നല്ല അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ ഇറങ്ങി കിടപ്പുണ്ട്. കോടമഞ്ഞിൻ താഴ്വരയിൽ ആ പാട്ടാണ് ഇതിന്. ഞങ്ങൾ മൂന്നാർ വന്നിട്ട് ഇത്രയും നാളായിട്ട് വട്ടവട പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വട്ടവട കാണാനാണ് പോകുന്നത്. ഒരു രക്ഷയില്ല സുഹൃത്തുക്കളെ, ഒരു രക്ഷയുമില്ല. അപ്പൊ ഇന്നത്തെ കാഴ്ചകള് വട്ടവട. ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ള് മഞ്ഞിറങ്ങി കിടക്കുക. ഇന്ന് ഹർത്താലായതുകൊണ്ട് അധികം വണ്ടികളൊന്നുമില്ല. നമുക്ക് സമാധാനത്തോടു കൂടി പോയിട്ട് വരാം. കുറച്ച് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ടാക്സികളൊക്കെ പോകുന്നുണ്ട്. വട്ടവട കയറുന്ന വഴിക്ക് ഇവിടെ ഒരു മെയിൻ എൻട്രൻസ്, ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ജസ്റ്റ് വണ്ടി നമ്പർ നോട്ട് ചെയ്യും, എവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ 5 കിലോമീറ്റർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ 5 കിലോമീറ്റർ വണ്ടി നിർത്താതെ പോകണമെന്ന് പറഞ്ഞ്. ഫോറസ്റ്റ് ആണ്, വേസ്റ്റ് ഇടാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല, ഫോട്ടോ എടുക്കാൻ പാടില്ല. ഫോട്ടോ മീൻസ് ഇറങ്ങി നിന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല, മൃഗങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞു. നമ്മൾ മൂന്നാർ ടൗണിൽ നിന്ന് വരുമ്പം കറക്റ്റ് 35 കിലോമീറ്റർ ടോപ്പ് സ്റ്റേഷൻ വരെ. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് വട്ടവടയ്ക്ക് കറക്റ്റ് 10 കിലോമീറ്റർ. അങ്ങനെ ടോട്ടൽ ടൗണിൽ നിന്ന് 45 കിലോമീറ്റർ കറക്റ്റ് വരുന്ന വട്ടവടയ്ക്ക്. അപ്പോൾ 6 മണി വരെ നമുക്ക് ഇതിനകത്ത് പെർമിഷൻ ഉള്ളൂ. 6 മണി കഴിയുമ്പോൾ നമ്മൾ താഴെ ഇറങ്ങണം. 6 മണിക്ക് മുമ്പായിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കണം. ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകണം. വട്ടവട പന്തലിട്ടെന്നല്ല, വട്ടയിലെ പന്തലിട്ട്. ഇന്ന് വട്ടവട പോകുന്ന സ്ഥിതിക്കുവാണെങ്കിൽ അങ്ങനെ ആക്കിക്കും. കാട്ടുപോത്തിനെ കിട്ടിയിട്ടുണ്ട്. അതെ, കാട്ടുപോത്ത് തന്നെ ഇല്ലേ ഇത്? കാട്ടുപോത്ത് എന്നൊക്കെ പറയുന്ന സാധനം. നൈസ്. ഇങ്ങോട്ട് നോക്കാൻ പറ, ഇങ്ങോട്ട് നോക്കാൻ. കാട്ടുപോത്ത് അതാ നിർത്തരുതെന്ന് പറയുന്നുണ്ടോ? കണ്ടു പോവാം. ബാ. അങ്ങനെ ഫസ്റ്റ് സൈറ്റിംഗ് നമുക്ക് കാട്ടുപോത്തിനെ കിട്ടി അല്ലേ? നമ്മളൊരു 1 കിലോമീറ്റർ വരുമ്പോഴത്തേക്കും ഫുൾ ഇതുപോലെ പുൽമേടുകൾ കാണാം. പക്ഷെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് പുൽമേട്ടിൽ പ്രവേശിക്കരുതെന്ന്. അപ്പോൾ ഇവിടെയൊക്കെ മൃഗങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് അവർ 5 കിലോമീറ്റർ നിർത്താതെ പോകണമെന്ന് പറഞ്ഞേക്കുന്നത്. പാമ്പാടും ഷോള നാഷണൽ പാർക്ക്. സിംഹവാലൻ കുരങ്ങ് അടിപൊളിയല്ലേ? പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് ഫുള്ള് കോടയായിരുന്നു. ഇങ്ങോട്ട് കയറിയപ്പോൾ കോട മാറിയുണ്ട്, കാണാനൊരു ഭംഗിയുണ്ട്. അവിടെ മഡ് ഹൗസ് ഒക്കെ കാണുന്നുണ്ട്. അവിടെ മഡ് ഹൗസ്, ട്രീ ഹൗസ്, ക്യാമ്പിംഗ് സ്റ്റേ. ഈ കൃഷി സ്ഥലങ്ങളൊക്കെ ആയില്ലേ താഴെ കാണുന്നത്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോസിലും ഒക്കെ ഫോട്ടോസിലും കാണുന്ന വട്ടവടയുടെ കറക്റ്റ് ഒരു ആംബിയൻസ് കണ്ടോ.
താഴത്ത് കുറേ കൃഷി സ്ഥലങ്ങളും കുറേ ചെറിയ ചെറിയ വീടുകളും പിന്നെ അതുപോലെ റിസോർട്ടുകൾ, കോട്ടേജുകൾ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഇവിടേക്ക് നമുക്ക് കാണാൻ കേട്ടോ. നമ്മൾ ഈ വരുന്ന വഴി തന്നെ റോഡ് സൈഡിൽ വണ്ടി നിർത്തുമ്പോൾ ഫ്രീ വിസിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ഫാമിൻ്റെയൊക്കെ അതിൽ സ്ട്രോബെറിയുടെ പ്രോഡക്റ്റുകളും കിട്ടും. ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇവിടുത്തെ വട്ടവടയിലുള്ള ലോക്കൽ, അതായത് ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരും അതുപോലെ കൃഷിക്കായി വന്ന് താമസിക്കുന്നവരും ഒക്കെ താമസിക്കുന്ന വീടുകളൊക്കെയാണ് കേട്ടോ. നമുക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കാണാമല്ലോ. കാണാം. നമ്മള് പച്ചക്കറി വാങ്ങിക്കാന്ന് വെച്ചാൽ ഫാമിൽ ചെന്നിട്ട് നമ്മൾ തന്നെ പറിച്ചെടുക്കാം, അങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം. ലൈവായിട്ടാ പറിച്ചെടുക്കണം. ക്യാരറ്റൊക്കെ എല്ലാ ഗസ്റ്റിനെ കൊണ്ടുപോയിട്ട് ലൈവായിട്ട് പറിച്ചു വാങ്ങിക്കും. ശരി, ഞങ്ങൾ ഈ ആഴ്ച അടുത്ത ആഴ്ച തന്നെ വരുന്നുണ്ട്. നമ്മുടെ ഒരു 2 സുഹൃത്തുക്കളും കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ജീപ്പ് എടുത്ത് നമുക്ക് യാത്ര ചെയ്യാനൊക്കെ 2 പേരും കൂടെ വേണമല്ലോ. എത്ര പേരാണ് ഒരു ജീപ്പിനകത്ത് കയറാൻ പറ്റുന്നത്? നമ്മള് 4-5 പേരേ ഉള്ളൂ. പോതമേടില് ഹെവൻ ഓഫ് മൂന്നാർ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റിസോർട്ട് എടുത്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞു തന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജീപ്പ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാറുകളും ചെറിയ വണ്ടികളും ഒന്നും പോകാത്ത കുറച്ച് ഓഫ് റോഡൊക്കെ പോയിട്ട് കുറച്ച് ഉള്ളിലേക്കൊക്കെ കയറി ഉൾഗ്രാമങ്ങളൊക്കെ കാണാം. അതുപോലെ കുറേ വ്യൂ പോയിൻറ്റ്സും കുറച്ച് സീക്രട്ട് പ്ലേസസ് ഒക്കെ ഉണ്ട്. അവർക്ക് മാത്രം അറിയാം. നമ്മുടെ നാട്ടിലായാലും വരുമ്പോൾ നമുക്കറിയാവുന്ന കുറേ സ്ഥലങ്ങൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ട് കാണിക്കാമെന്നാണ് പറഞ്ഞത്. ഒരു ജീപ്പിനകത്ത് 8 പേർക്ക് 3000 രൂപയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഇത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട ഫ്രീ സ്ട്രോബെറി വിസിറ്റ് എന്ന് എഴുതി വെച്ചിരുന്ന ആ ഫാമിനകത്തേക്ക് ഒന്ന് ഇറങ്ങി പോകാമെന്ന് കരുതി. ഞങ്ങൾ വന്നപ്പോൾ കുറേ വേറൊരു ഫാമിലി ഇറങ്ങുന്നുണ്ട്. റോഡ് ലെവലിൽ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ കാണുന്നില്ലേ റോഡിൽ നിന്ന് കാണുമ്പോൾ. ആ ഭാഗത്തെല്ലാം ഇതുപോലെയുള്ള സ്ട്രോബെറി തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇറങ്ങി കാണാം. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ലൈവായിട്ട് ഈ പുള്ളിൽ നിന്ന് പറിക്കുന്നുണ്ടോ സ്ട്രോബെറി എല്ലാം റെഡിയാക്കി നമുക്ക് എടുത്ത് തരും. പക്ഷേ നമ്മൾ മറ്റുള്ള വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അത്രയൊരു സെറ്റപ്പായിട്ട് സ്ട്രോബെറി കാണുന്നില്ല. എന്ന് വെച്ചാൽ വളരെ കുറച്ചേ ഉള്ളൂ. ചെറുതായിട്ട് നമുക്ക് അവിടെ ഇടയ്ക്കൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. എനിക്കൊന്ന് പുള്ളി നിൽക്കുന്നിടത്ത് കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വലിയൊരു സ്ട്രോബെറി നമ്മൾ എന്താ പറയുന്നത് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണുന്ന പോലെ ഒരു സെറ്റപ്പ് കണ്ടില്ല. എന്താണെന്ന് അറിയത്തില്ല. ഇനി കാലാവസ്ഥയുടെ ആണോ അതോ ഇനി സീസൺ അല്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇടയ്ക്കും മറയ്ക്കുമൊക്കെ മാത്രമേ സ്ട്രോബെറി ഒക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവര് ഈ കൃഷിക്ക് കുത്താനുണ്ട്. വേലി പോലെ കെട്ടാനുള്ള പരിപാടിക്ക് തല വിളിച്ചു. അമ്മച്ചിയുടെ ഇങ്ങോട്ട് നമ്മളൊന്ന് പേടിച്ചു. കാറിനകത്തിരുന്നുകൊണ്ട് തല വിളിച്ചിട്ട് കാര്യം. ഫോറസ്റ്റ് ട്രെഞ്ച് പിടിച്ചിട്ടേക്കുന്നുണ്ടോ ആന കയറായിരിക്കും. ഇതിന് ചുറ്റും നോക്കി വലിയ കുഴികൾ, കിടങ്ങ് പോലെ കുഴിയുണ്ടോ? ഇല്ല, വഴിക്കൂടെ അല്ലെന്ന്. ഇതുവഴി കയറി ആ ട്രെഞ്ചിനകത്ത് ഉള്ളെങ്കിൽ കയറത്തില്ല പെട്ടെന്ന്. ഇതെന്തോ നമ്മള് ഇത് ഒരു മ്യൂസിയം ആണ്. നാഷണൽ പാർക്കാണ്. പാമ്പാടും ഷോള നാഷണൽ പാർക്ക്. ഇതിനകത്തോട്ട് നമ്മൾ പോയ നാഷണൽ പാർക്ക് വഴിയാണ് പോയത്. എന്നാ കാട്ടുപോത്തിനെ കിട്ടി. ഇത് നമുക്ക് കയറാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ നിൽക്കണ്ട പോക്കോളാം. പരമായണം. അതിവിടെ വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങോട്ട് പോയപ്പോ കണ്ടേ അങ്ങല്ലേ നമ്മളിതേ കാട്ടുപോത്തിനെ കണ്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് ഡ്രൈവ് വന്നപ്പോൾ ഞങ്ങൾ പറയായിരുന്നു കേട്ടോ ആനയെ കാണാൻ പറ്റിയില്ല എന്നൊക്കെ. കറക്റ്റ് എത്തിയപ്പോഴത്തേക്കും ഇതേ നമ്മുടെ മാട്ടുപ്പെട്ടി ഡാമിനടുത്ത് എത്താറായപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ വഴി വരുമ്പോൾ സ്ഥിരം കാണാൻ പറ്റുന്നില്ല. നമ്മുടെ മുമ്പിലത്തെ ഒരു വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആനകൾ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. കുറേ സമയം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 1 മണിക്കൂറോളം നിന്ന് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് പുല്ല് തന്നെയാണ്, വേറെ ശല്യങ്ങളൊന്നുമില്ല. വരുന്ന നോർത്ത് ഇന്ത്യൻ ഗസ്റ്റുകളും അതുപോലെ ഫോറിനേഴ്സും എല്ലാം ഇവിടെ വണ്ടി നിർത്തുന്നുണ്ട്. എല്ലാവരും വണ്ടി നിർത്തി ആനകളുടെ ഈ ഒരു കാഴ്ച ഇതിങ്ങനെ പുല്ല് മേഞ്ഞ് നടക്കുന്ന കാഴ്ച
കണ്ടുകൊണ്ടിരിക്കുക. സേഫായിട്ട് കാണാമെന്ന് വെച്ചാൽ നമുക്ക് റോഡിൽ നിന്ന് ഒരുപാട് ഹൈറ്റിലേക്ക് അത് നിൽക്കുന്നത്, പെട്ടെന്നൊന്നും ഇറങ്ങി വരില്ല. ഇൻ കേസ് ഇറങ്ങി വന്നാലും നമുക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാനുള്ള ടൈം കിട്ടും. പിന്നെ അവിടെ ഇലക്ട്രിക് ഫെൻസിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് സേഫാണ്. പിന്നെ ഒരു സെക്യൂരിറ്റി ഗാർഡും ഉണ്ട് അവിടെ, ആ പുള്ളി എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് കയറിപ്പോകാൻ പറ്റത്തില്ല, റോഡിൽ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ. എന്തായാലും വളരെ ഭംഗിയുള്ളൊരു കാഴ്ച നമുക്ക് കാട്ടുപോത്തിനെയും കണ്ടിട്ട് തിരിച്ച് വന്നപ്പോൾ അതെ ആനയും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മൂന്നാറത്തെ കാഴ്ചകൾ. മൂന്നാറിൽ നിന്ന് നേരെ മാട്ടുപ്പെട്ട് വഴി ടോപ്പ് സ്റ്റേഷൻ അങ്ങനെ വട്ടവട വരെ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഇനിയും പുതിയ കാഴ്ചകൾ, മൂന്നാറത്തെ ഒരുപാട് കാഴ്ചകൾ മുമ്പോട്ടുണ്ടാകും. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഇനി ഒരിക്കൽ നമ്മൾ വട്ടവട പോകുമ്പോൾ ജീപ്പ് സവാരിയൊക്കെ എടുത്ത് പോകും കേട്ടോ.